ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പം ഇന്ന് ബറാത്ത് നോമ്പാണ്. നോമ്പിന് എന്താണ് നോമ്പ് തുറക്കാൻ എന്താ ഉണ്ടാക്കണേ നാട്ടു നോക്കണേ. അപ്പം ഞങ്ങൾ ബീഫ് വാങ്ങിയിട്ടുണ്ട്. അപ്പം ബീഫിൻ്റെ എന്താ പറയുക, ബീഫ് വരട്ടിയത് അല്ലേ, ബീഫ് വരട്ടിയതും പിന്നെന്താന്ന് ദോശയും പുളി ദോശയുണ്ട്, ഉഴുന്ന് ദോശയുണ്ട് കേട്ടോ, അറിഞ്ഞുകൊണ്ട്. അപ്പം നമ്മൾ എന്തിട്ടു, സവാള ഇട്ടു, ഒരു സവാള, തക്കാളി ഇട്ടു, ഒരു തക്കാളി, പിന്നെ ഒരു രണ്ട് പച്ചമുളക് ഇട്ട്, പിന്നെ കറിവേപ്പില, 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 ചെറിയ കറിവേപ്പില, നാടൻ കറിവേപ്പില ഗൈസ്. പിന്നെ നമ്മൾ ഇടാൻ പോകുന്നത് നമ്മളെ സ്പെഷ്യൽ കൂട്ട്. ഇത് എന്തൊക്കെയുണ്ട്, ഇതിൽ കറിവേപ്പിലുണ്ട്, തക്കാളി ഉണ്ട്, ഇഞ്ചി ഉണ്ട്, വെളുത്തുള്ളി ഉണ്ട്, ചീരുള്ളി ഉണ്ട്, വലിയ ഉള്ളി ഉണ്ട്, പെരുംജീരകം ഉണ്ട് എന്നിവ അടങ്ങിയിട്ടുള്ള ഒരു മിശ്രിതമാണ് മസാലക്കൂട്ടാണ്. പിന്നെ നമ്മളിതിലേക്ക് മഞ്ഞപ്പൊടി ഇടുന്നു 1 സ്പൂണ്, മല്ലിപ്പൊടി 4 സ്പൂണ്, മല്ലിപ്പൊടി ഇടുന്നു 1 2 3 4 ആണോ വേണ്ടേ 4 മുളകും പൊടി 2 ചെറുക്കും മുളക് പൊടി 2 ആണോ, കുട്ടികൾക്ക് കഴിക്കാൻ കഴിയുമോ? 1.5 സ്പൂണ്. അപ്പോൾ അതാണ്, അങ്ങനെയാണ് അതിൻ്റെ കണക്ക്. മഞ്ഞൾപ്പൊടി 2, മഞ്ഞൾപ്പൊടി 1, മുളക് പൊടി 2, മല്ലിപ്പൊടി 4, ഉലുവയാണ് കേട്ടോ. ബീഫൊക്കെ ഉലുവ നല്ലോണം ഇട്ടുണ്ട്. അപ്പോൾ ബീഫ് നല്ല ടേസ്റ്റിനാണ് വിചാരിച്ചിട്ട് 1 കിലോ കൊണ്ടിടല്ല തള്ളേ. നിങ്ങൾ പോലെ പറയാവോ ഉലുവന്റെ പാത്രയ്ക്ക് ചാടിയില്ല. ഉലുവ ഒന്ന് ഉണ്ടാക്കി നോക്കുമ്പോഴല്ലേ അതിന്റെ ടേസ്റ്റ് അറിയാം. ഉപ്പ്, പെരുംജീരകം നിങ്ങൾ അരച്ചപ്പെട്ടി, പെരുംജീരകം ഞാൻ അരച്ചാണ്. അപ്പൊ അതുകൊണ്ട് ഉപ്പ് നിങ്ങൾ മറക്കില്ലേ. അപ്പൊ ഇന്ന് നിങ്ങൾ എല്ലാം ഇട്ടുപൊളിയാണ്ടാവും വേണ്ടി വരും. പിന്നെന്താ മറ്റേ കുരുമുളകും പൊടിക്ക് പിന്നെ നമ്മളെ ബിരിയാണി മസാല ഉണ്ടെങ്കിൽ കൂടി ഇടല്. സ്പെഷ്യൽ കൂട്ട് കുരുമുളക് തീക്കിടണ്ട, കുറച്ചിട്ടാളേ തീക്കിടലില്ല. കുരുമുളക് നമ്മള് എണ്ണയ്ക്ക് ഇടുമ്പോഴാണ് നമുക്ക് പാടാകുമ്പോത്തിന് എരിയാവും വേണ്ട. അപ്പം ഇതാണ് ഞങ്ങളത് കൈ കൊണ്ട് നല്ലോണം തന്നെ വരണം. അല്ലാതെ നമ്മളെ സ്റ്റൈലിന് എന്താ പറയാ, ഞാനാണ് അങ്ങനെ ഒരുതരാന്നുണ്ടെങ്കിൽ എനിക്ക് എന്റെ കൈ ചുട്ടട്ടോ. അങ്ങനെ ചെയ്യൂല ഗൈസ്. ഓള് കുറച്ച് സ്റ്റൈലാണ്, ഞാൻ കുറച്ച് നാടനാണ് ഗൈസ്. ഇങ്ങനെയല്ല, ഓൾക്ക് ഇങ്ങനെ ചെയ്താലേ തൃപ്തിയുള്ളൂ. പക്ഷെ എനിക്ക് കൈ ചുട്ടെത്തും. ഇങ്ങനെ ചെയ്യണോല് ചെലവർക്ക് എന്തുണ്ടാവും, ബീഫിന്റെ കാര്യത്തിൽ അങ്ങനെ ഉണ്ടാവും. അതേ പറഞ്ഞ അങ്ങനെയൊക്കെ ചെയ്ത എന്റെ കൈ പിന്നെ വൈകുന്നേരം വരെ എടുക്കാണ്ടാവില്ല. ആണെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് തേച്ചോട്ടെ. ഇതിൽ കടന്നാണ്ട് രണ്ടെണ്ണം ഗൈസ്. അപ്പോഴാണ് കേട്ടോ. പക്ഷെ ഇതല്ലേ ഇത് ടേസ്റ്റ് കൂടുവോ, നിങ്ങളെ കയ്യിന്റെ ടേസ്റ്റ് കയ്യുമത്തത് മുഴുവതിക്ക് ഇങ്ങനെ ഇത് തിന്നുമ്പോ അപ്പൊ ഒന്നും ചിന്തിക്കൂല. അപ്പൊ നമ്മളിതിക്ക് എന്തുകൊടുന്നു, നമ്മളിതിക്കൊന്നും മറന്നില്ലല്ലോ. നമ്മളെ മെയിനാണ് മറവ്. നമ്മള് നല്ല കേക്ക് വെച്ചിട്ട് ഇതിൽ നല്ല വെള്ളം ഉണ്ടായിരുന്നു. ഇല്ല ഇട്ടോളേ അടി പിടിച്ചു. കേക്ക് വെച്ച ബീഫ് കട്ട് ചെയ്തട്ടോ കൊണ്ടുവന്നിനെ. ഞാൻ പറഞ്ഞുകൊണ്ട് കട്ട് ചെയ്തിച്ചാ 1 കിലോ കട്ട് ചെയ്ത് കിട്ടുമോ ജസ്റ്റ് എത്ര കട്ട് ചെയ്തോണ്ടിരിക്കണോ. ഓക്കെ സെറ്റ്. അതുകൊണ്ട് നോമ്പ് അതാ അപ്പൊ നമ്മളെന്താണ് നല്ല ഒതിയൊക്കെ അങ്ങനെ മിക്സ് ആക്കി കൊടുക്കുകയാണ്. കണ്ണെരിയാണ് അതിൽ വലിയുള്ളി ഉണ്ടേ.
ഇവിടത്തെ കഴിഞ്ഞില്ല അല്ല അപ്പൊ കഴിഞ്ഞു. അപ്പൊ ഇനി നമ്മളിത് എന്ത് ചെയ്യാണ്? അടച്ചു വെക്കും. ഒരു തുള്ളി വെള്ളം ഒഴിക്കണില്ല. അത് വെള്ളം ഒഴിച്ചാലും അത് അതിന്റെ കൈമേലതാ കുറച്ച്. അങ്ങനെയല്ല, വെള്ളയിലുണ്ടാവൂലേ? ഉണ്ടായി വരുമല്ലോ. എന്നാ ഞാൻ ഇങ്ങൻ്റെ ഒപ്പം പോരുകയാണോ കട്ടാക്കി പോരുകയാണോ? അപ്പൊ നമ്മളെ ഗ്യാസ് നമ്മള് കത്തിക്കുകയാണ്. കത്തി കഴിയാണ്. അപ്പോൾ ഉണ്ടാക്കി വെച്ച ഉണ്ടാക്കി വെച്ച കുക്കറല്ല, കുക്കറിൽ ഉണ്ടാക്കി വെച്ച ബീഫ് നമ്മളടുപ്പത്ത് വെക്കും. ഇനിയിപ്പോ എത്ര വിസിലേണ്ടി വരും? 4 എണ്ണം 5 എണ്ണം 6 എണ്ണം 7 എണ്ണം 8 എണ്ണം 10 എണ്ണം കഴിയുമ്പോ കരിഞ്ഞു പോട്ട്. വേണ്ട, വെള്ളം ഒഴിക്കാതെ അല്ലേ? ഒരു 6-7 വിസിൽ ഇട്ടോ ഗൈസ്. 7 വിസിൽ. എത്രണ്ണം? 7. അവിടെ വേറെ കുക്കർ പോയിഞ്ഞടിക്കണേ. അപ്പൊ ഇനി വിസിൽ വന്ന് ബീഫ് ആയപ്പോ ഇത് ഇപ്പൊ കഴിഞ്ഞില്ലേ? നമ്മൾ എന്ത് ചെയ്യും? സ്പെഷ്യൽ കൂട്ടായിട്ട് എന്നിട്ട് നമ്മള് ചീരുള്ളി എരിഞ്ഞ ചീരുള്ളി ഇട്ടിക്കാണ്ട് കറിവേപ്പില ഇട്ടിട്ട് കുരുമുളകിട്ട് എണ്ണയിലിട്ട് നോമ്പ് വെച്ചിട്ട് തള്ളേ മറന്നു. സത്യം നോമ്പിന്റെ പവറാണ്. അപ്പൊ ഓക്കെ അല്ലേ? നമുക്ക് അപ്പം കാണിക്കാം. അപ്പൊ നമ്മളെ ബീഫ് ഇവിടെ വിസിൽ വരാനായിട്ടോ. ഒരു വിസിൽ വന്ന് ഓർമ്മ വിസിൽ വരുന്നതൊന്നും എടുക്കാലോന്ന്. അപ്പൊ അതെടുത്തതാട്ടോ. അപ്പോഴാണെങ്കിൽ വിസിൽ വരുന്നില്ല. ഞാൻ ആകെ പോസ്റ്റായി ഗൈസ്. ഇപ്പൊ വരും ചേച്ചി, ഞാൻ കുറച്ചേരം കാത്തിക്കുന്നു. അപ്പം തിന്നാം, കുഴി എണ്ണണ്ട. അതല്ല അല്ല. അപ്പൊ ഇതായിക്കണ നോക്കാല്ലേ? നമുക്ക് ഇതായിന്ന് നോക്കട്ടെ. നമുക്ക് നമ്മളൊരു തുള്ളി വെള്ളം ഒഴിച്ചില്ല ഗൈസ്. ബട്ട് എന്നിട്ട് ഇതിൽ വെള്ളം നോക്കൂ. അതാണ് ബീഫ്. 7 വിസിൽ വന്നാണ്. എന്താ ബീഫാട്ടോ. അതിൽ വെള്ളം നോക്കൂ. പക്ഷെ അത് പാകത്തെ വെള്ളം ഉള്ളൂ. എന്താ നോക്കിയാ? ഞാൻ നോക്കിട്ടുണ്ട്. ഞാനും നോക്കിയത്. വെന്തില്ലെങ്കിലോ? വെന്തിട്ടില്ല. ഇല്ലേ? ഈ നല്ല പീസ് എടുത്ത് നോക്കി. അപ്പം നമ്മളെ ബീഫ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി നമ്മളെ ഗ്യാസ് കത്തിച്ച് നമ്മളെ മൺചട്ടി പാത്രം കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അല്ലേ? മൺചട്ടിയിലാട്ടോ നമ്മൾ ഉണ്ടാക്കണേ. അപ്പം ഞാൻ മൺചട്ടി ഒന്ന് ചൂടായി വെള്ളം വറ്റാൻ കുറച്ച് ടൈം എടുക്കും. അപ്പം നമ്മളൊന്ന് ഓഫാക്കാം. മൺചട്ടിത്തെ വെള്ളം വറ്റി വന്നിട്ടുണ്ട്. കുറച്ചുകൂടി വറ്റട്ടല്ല, ഞാൻ പൊട്ടി തെറിച്ചിട്ടോ. ഇന്നലെ മുതൊക്കെ തെറിച്ചില്ലേ? നല്ലോണം വെള്ളം വറ്റിക്കാണ്ട് മൺചട്ടി ഇങ്ങനെ ആയാലും ഒരു പൊട്ടലെങ്ങാണ്ട് വരും. അതിന് നമ്മളിവിടെ വെച്ചൊരു കൊല്ലത്തിന് പോവുകയാണെങ്കിൽ പോവും, ചിലപ്പോൾ പോവും. നമ്മളെ സ്വഭാവം അങ്ങനെയൊക്കെ ഉണ്ടാവലുണ്ട്. ചിലപ്പോൾ കറിവേപ്പില എടുക്കാൻ അപ്പളേക്കരം വണ്ടി എടുത്ത് വെച്ചിട്ടില്ലേ? കറിവേപ്പില എടുത്ത് വെച്ചിക്കണേ, മല്ലിയില എടുത്ത് വെച്ചിക്കണേ. മല്ലിയില, നമ്മളെ വെളിച്ചെണ്ണ, ചെറിയ കുനുകുനായെരിഞ്ഞ ചീരുള്ളി, ചെറിയ ഉള്ളി, കുഞ്ഞുള്ളി വയ്ക്കാം. അപ്പം ഇതായിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ ഒഴിക്കാണ്. ആദ്യം പറ്റൂലല്ലേ? അതെല്ലാം അത് വിചാരിച്ചിരുന്നു ഞാൻ. പക്ഷേ 1 കിലോ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. 1.5 കിലോനാണ് ഒഴിച്ചത്. 1.5 അല്ലേ? അപ്പം ചുവന്നുള്ളി ഇട്ടെങ്കിൽ അയക്കെല്ലാം ഇടലേ ഓള് തീക്കിടാൻ ഇത് നളക്കിയതാണ്. അത് ചൂടാവണേ. വെളിച്ചെണ്ണ ഒഴിച്ചും. അപ്പം എനിക്കൊരു സ്വഭാവം ഉണ്ട്. വെളിച്ചെണ്ണ അറിയാ കടകിട, വെളിച്ചെണ്ണ അറിയാ ചീരുള്ളിട. ഉണ്ടായാലും ഇങ്ങനെ കടന്ന് എരിഞ്ഞ ചീരുള്ളി നല്ല രസമല്ലേ കാണാന്? അവളെ നഖം കാണാൻ നല്ല രസമല്ലേ? ഞാൻ കാട്ടി കൊടുക്കട്ടെ. ശർക്കര മിലാഞ്ചി എന്താ കറുത്ത് വെച്ചില്ലേ? പിന്നെ കറക്കൂല നല്ലോണം ചോത്താലില്ലേ ഒക്കെ ഉണ്ടാവും. തങ്ങളിലാച്ചി ഞങ്ങളാണ്, ഞങ്ങൾ ചൂക്കണം മൈലാഞ്ചി കറുപ്പിച്ചു. നമ്മളതിനെന്തിടും? ഫസ്റ്റ് ഒന്ന് എൻ്റെ തലയിലേക്ക് നോക്കണം. തലാണ് നല്ല ചെറുക്ക് ആക്കുന്നു ഗൈസ് ആക്കുന്നു. അപ്പം നമ്മളെന്തിട്ടു? കുഞ്ഞുള്ളി ഇട്ട് നല്ലോണം ബ്രൗൺ കളറാവുന്നത് വരെ വയറ്റെടുക്കാം. ഞങ്ങൾക്ക് അങ്ങനെ ഒന്നും പറയാനറിയില്ല. ഞങ്ങൾ അങ്ങോട്ട് ഇളക്കും. അതൊക്കെ ചുവപ്പ് കളറാവുമ്പോൾ ഞങ്ങൾ അയക്കാണ്ട് ബീഫ്. അപ്പം ഞങ്ങൾക്കൊരിളക്കുണ്ടാവും.
അങ്ങനെ വേവാൻ ഞങ്ങൾ അനുവദിക്കൂല, അങ്ങനെ ഇളക്കി കൊണ്ടുവെക്കും. ഞങ്ങളെ വിചാരം അങ്ങനെ ആക്കിയാലേ പോവുള്ളൂ എന്നാ. അല്ല പാടുള്ളൂ, എന്താ പറയല്, അതന്നെ. ആ എന്തൊക്കെയാണ് നോമ്പ് തലക്കുടിച്ചോട്ടെ ഗൈസ്. എനിക്ക് ഈ 10 മണി പോലെ നോമ്പ് വലക്കുടിച്ചോ. ഇപ്പൊ എത്ര സമയമായി? 11-12 മണിയായി. വലത്തീന് ജീവല്ലാത്ത ശേല തിന്നാത്തേന്റെ കേടൊന്നുമല്ല കേട്ടോ ഗൈസ്. കുറച്ച് കത്തിരിക്ക മതി എന്നുള്ളൊരു തോന്നല. എന്താ അങ്ങോട്ട് പൊക്കോളൂ. അപ്പൊ ഞമ്മക്ക് നീക്കണ്ടടാ കരിവേപ്പിൻ്റെ ഇട്ടതിൽ മൂരിയാണ്ടേ കറളെ. അങ്ങനെയല്ല, ഫ്ലേവർ വരണമെന്നുണ്ടെങ്കിൽ കരിവേപ്പിൻ്റെ ഈ ഒരു സമയത്ത് ഇടണം. അതിൻ്റെ അമ്മ നമ്മൾ കരിവേപ്പില ഇടണ്ടേ. അത് ആകൂടി എന്നാലും ആകും. ഉള്ളി ആകും. കരിവേപ്പിൻ്റെ ഇഞ്ഞാണോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ആവട്ടെ ഗൈസ്. അതോളം എന്തെങ്കിലും നോണ പറയും. നോക്ക് പറ്റുകൊണ്ട് പിന്നെ നോണയും പറയാൻ പറ്റും, അല്ലെങ്കിൽ നോണ അറിയില്ല. ഡീസൻ്റ് തന്നെയല്ലേ നോണ അറിയില്ല, ഉള്ളത് അറിയും. ഉള്ളത് പറയും. ഞങ്ങൾക്ക് വേറെല്ലോ പറയാൻ നേരല്ല. അങ്ങനെ തന്നെ തീരൂല. അങ്ങോട്ടും ഇങ്ങോട്ടും തിന്നും, ഞോളും തിന്നും, മൂത്തൊക്കെ തിന്നും കേട്ടോ. അതാണ് ഞങ്ങളെ പ്രത്യേകത. അതുകൊണ്ടാണ് ഞങ്ങൾക്കൊരു കുഴപ്പമില്ലാത്തത്. എന്താ ചെറു മൗനായി അതില്ല, ഞാൻ ആ കരിവേപ്പിൻ്റെ ഇതിലിങ്ങനെ കളറ് മാറണ നോക്കി കുട്ടി. ഇവിടെ കളറ് മാറണമൊന്നുമില്ല. നോക്കി വെക്കുന്ന ഇനി നമുക്ക് എന്തിടണം? എരിവുണ്ടോ മുളകുണ്ടോ എന്നൊന്നും നോക്കാൻ പറ്റില്ലല്ലോ. അത് നോമ്പ് തുറക്കുമ്പോ നോക്കൊക്കെ ചെയ്യാം. നോക്കിന്നാലേ കുരുമുളക് പൊടി എന്തായാലും കുറച്ചിടണം, കുറച്ചല്ലേ ഇട്ടിട്ടുള്ളൂ. അപ്പൊ ഇവിടെ വല്യമാരെ സ്വഭാവം എടുക്കണ്ട കേട്ടോ. കുറച്ച് നാമച്ചാണ്ട് പോയാൻ്റെ തുപ്പൂലേ. അത് നല്ലോണം വാടി വന്നിട്ടില്ല, വാടാനുണ്ട്. സ്പെഷ്യൽ കുക്ക് പറഞ്ഞാൽ പിന്നെ അതിൽ അപ്പീലില്ല. ടുഡേ കുക്കീസ് ഞാൻ ഇനി നെക്സ്റ്റ് സാറ്റർഡേ നമ്മൾ എന്തുണ്ടാക്കിയിട്ടുണ്ട്? മുട്ട ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട് കേസ്. അത് നമ്മൾ ഷെറിൻ്റെ മുട്ട ബിരിയാണിയാണ് കേട്ടോ. എനിക്കറിയില്ല കേട്ടോ, അന്ന് ഞാനല്ല കുക്കിങ്. സാറ്റർഡേ സൺഡേ ആണ് ഇവിടെ മുട്ട ബിരിയാണി സ്പെഷ്യൽ ഉണ്ടാക്കണം എന്നൊക്കെ പോകണം. ഞാൻ വീഡിയോ എടുക്കുമ്പോ ഞാൻ വീഡിയോ എടുത്തരാം. എല്ലാരും വിചാരിച്ച എന്താ അപ്പൊ ഇത് നിങ്ങളാണ് ഭക്ഷണം വലിയ ആള് വേണ്ട. ഓ സോറി വേണ്ട വേണ്ടെന്ന് പറഞ്ഞാല് പിന്നെ വേണ്ട. അതാണ് ഒറിജിനൽ. വീഡിയോക്ക് വേണ്ടി അതാ നമുക്ക് കുറച്ച് എന്തിട്ടെടുക്കാം. കുരുമുളക് പൊടി ആവണത് നിങ്ങൾ കണ്ടത് അങ്ങനെയാണ് വേണ്ടി. ഇനി നമ്മളെ ബീഫ്, ഒന്നും പറയാല്ലാത്ത ബീഫ് അതിക്ക് തട്ടി കൊടുക്കാം. കുക്കർ നന്നായി ഞങ്ങള് വീഡിയോ ഓഫ് ആക്കിയിട്ട് നല്ലോണം തുടക്കും. എന്തുകൊണ്ട് നോമ്പാണേ? അങ്ങനെയല്ല, കയ്യില് അല്ലെങ്കിൽ എല്ലാ അപ്പം കൊണ്ട് തുടങ്ങും. ക്രാബ് 2 ഉണ്ട്. പക്ഷെ ഇത് മൺചട്ടി ഇങ്ങനെ കൈക്കല് കഷ്ണം കൊണ്ട് പിടിച്ചു. അതാണ് നാടൻ സ്റ്റൈൽ. അപ്പോൾ തട്ടെ ഞങ്ങളെ ബീഫ് വരട്ട് ഗൈസ്. അത് സെറ്റാണ്. ഇനി നമുക്ക് എന്തായി ചെറിയ വേവ് ഇട്ടാണ്ട് ഇങ്ങനെ ഒന്നൊന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ ഗൈസ്. മറ്റേ മാത്രമൊന്നുമില്ല, കുറച്ചൊക്കെ ഗ്രേവി വേണം. അതല്ല കേട്ടോ, വണ്ടി വലിച്ച വണ്ടി പറഞ്ഞ കസേര വണ്ടി. ഇതിങ്ങനെ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓലെ കാണിക്കാൻ വയ്യ, ഓല് ഡ്രസ്സ് ഇട്ടിട്ടില്ല. ഓലെ യൂണിഫോമിലാണ് ഓലിപ്പുള്ളത്. അപ്പൊ ഇനി തിള വരട്ടെ കേട്ടോ. തിള ഇങ്ങനെ വന്നിട്ട് ആ എണ്ണ ഇങ്ങനെ പൊന്തി ഇങ്ങനെ വരണം. അപ്പോഴാണ് അതിന്റെ പാകട്ടോ. അപ്പൊ നമ്മൾ കുനുകുന അരിഞ്ഞതാണ് കണ്ടോളി. അരിഞ്ഞ മല്ലിച്ചേപ്പ് ഇട്ട് കൊടുക്കട്ടോ. ഇട്ടോളൂ. ഞാനെന്താണ്, നിങ്ങൾ ഭണ്ടാരി
ഞാൻ ഹെൽപ്പർ മേസിരി മേസിരിയാണ്, പക്ഷേ ഞാൻ വീഡിയോ മാത്രം എടുക്കുള്ളൂ. ഹെൽപ്പർ. ഇനി വരുന്ന സാറ്റർഡേ നമ്മളൊരു ബിരിയാണി ഉണ്ട് എന്തിനാണ് നോസല്ല കസാല കൊണ്ടുവന്നത്? വലിഞ്ഞ് കയറാന് ടേബിളിൽ കയറിയിട്ട് നമുക്കിനി സിമ്മിലിട്ടേക്കാം. ഇനി അങ്ങനെ വന്നോട്ടെ. വറ്റണം, മൂടി വെച്ചാൽ പറ്റൂല. പക്ഷെ ഇത് മൂടി വെച്ചാൽ ഇത് ഇതിലിങ്ങനെ അപ്പം ഇനി കഴിഞ്ഞില്ലേ? അപ്പം നമ്മളെ ബീഫ് അപ്പം ഇതൊന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്താണ്ട് കാട്ടിയെടുക്കണ്ട. എങ്ങനെയല്ലേ വീഡിയോ ഫോട്ടോ എടുക്കണ്ടേ? നല്ലല്ലേ, മിക്സ് ചെയ്യാം. അപ്പം നമ്മൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ബൈ. താങ്ക് യു പറയാനായിനോ? ഞാനില്ലേ ഇത് മിക്സ് ചെയ്യണ്ടേ? എൻ്റെ അപ്പോൾ നമ്മൾ മിക്സ് ചെയ്യാൻ കേട്ടോ. നമ്മൾ നോമ്പ് പറ്റുണ്ടോ, അല്ലെങ്കിൽ ഇപ്പോൾ അതിന് 2 പീസ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇപ്പം അടച്ച് വെച്ച് നമ്മൾ വൈകുന്നേരം എടുത്താണ്ട് ഒന്നും കൂടി എന്ത് ചെയ്യും, ചൂടാക്കി ഒന്ന് ചൂടാക്കും. ബീഫ് ചൂടാക്കും തോറും ടേസ്റ്റ് കിട്ടും. ഒന്ന് ഒന്നേ ഉണ്ടാക്കി വെച്ചാൽ അതിന് 4 ദിവസം മുന്നേ ഉണ്ടാക്കി അല്ലല്ലോ ബീഫ് ചൂടാക്കി. അപ്പം ഇത് നമ്മൾ ഇനി എന്ത് ചെയ്യണം, ഇങ്ങനെ കൊട്ടണം. ഇങ്ങനെ കൊട്ടാൻ പാടില്ല, അറിഞ്ഞല്ലോ ഇവിടുത്തെ അമ്മ കേട്ടോ. അമ്മ കൊട്ടണ ചീത്ത പറയും. അപ്പം നമ്മളെ കയ്യുമ്പോൾ കൊട്ടി ഞാൻ മൂടിയൊക്കെ അല്ലേ? അപ്പോൾ ഫോട്ടോ എടുക്കണ്ടേ? അപ്പം ഞാൻ താങ്ക് യു പറഞ്ഞ ഓഫാക്കല്ലേ? ബാക്കിയൊക്കെ നേരത്തെ പറഞ്ഞ കേട്ടോ. അപ്പോൾ ഓക്കെ ബൈ, താങ്ക് യു.